ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു കടച്ചക്ക മസാലയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരയ്ക്കാതെ തന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടച്ചക്ക മസാലയുടെ റെസിപ്പിയാണ്. പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കടച്ചക്ക വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കഷ്ണം നമുക്ക് പുളിങ്കറിയിലിടാം. കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ചതച്ചിടുക ചെയ്തത് കേട്ടോ. ചക്കക്കുരും കടച്ചക്കയും കൂടെ തേങ്ങ വറുത്തരച്ച് വയ്ക്കാം. ഇത് ഒന്നുമില്ലാതെ ഊണ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടാണെങ്കിലും വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടച്ചക്ക ആദ്യം തൊലിയെത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് സവോള, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ മല്ലിപ്പൊടി തീർച്ചയായിട്ടും വേണം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റിൽ നമുക്ക് വെന്ത് കിട്ടും. അധികം വെള്ളമൊക്കെ ഒഴിച്ച് മൂത്ത കടച്ചക്കയാണ്, അതുകൊണ്ട് തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ആവശ്യത്തിന് വേവിൽ കിട്ടിയില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ചക്കക്കുരു ഉണ്ടായി, അതും കൂടെ ചതച്ച് മുകളിലിടുകയാണ് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി മൂപ്പിച്ചെടുക്കാം. സവോള നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് മിക്സ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുള്ളിയും കുറച്ച് വെള്ളുള്ളിയും കൂടെ മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അധികം ഒഴിച്ച് കുഴഞ്ഞു പോയാൽ കടച്ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കത് പീസായിട്ട് തന്നെ ഇരിക്കും വേണം, എന്നാൽ വേവും വേണം. അപ്പോൾ അത് 5 മിനിറ്റിൽ തന്നെ നമ്മുടെ കടച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട്, ചോറിനാണ് നേരം കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. ഇപ്പോൾ കടച്ചക്കയുടെ ചക്കക്കുരുവിൻ്റെ ഒക്കെ സീസൺ ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്